ഹലോ. നാട്ടിൽ പോയപ്പോഴേ ഞാൻ ആകെ ഈ ഒരൊറ്റ വീഡിയോ മാത്രമാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം നാട്ടിൽ പോകുന്നത് നമ്മൾ ഒന്ന് റിലാക്സ് ആവാനും കാര്യങ്ങൾക്കൊക്കെ അല്ലേ. അതുകൊണ്ട് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതെനിക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. ഞാൻ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ടിലുള്ള ഗ്രാവിറ്റി യൂണിസെക്സ് സലൂണിലാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയത്. നാനോപ്ലാസ്റ്റി ആണ് കേട്ടോ ഞാൻ എടുത്ത ട്രീറ്റ്മെൻറ്റ്. ഈ ഒരു തീരുമാനത്തിലേക്ക് എന്നെ നയിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗുജറാത്തിലേക്ക് ഞാൻ അരയ്ക്ക് ഒപ്പം മുടിയായിട്ടാണ് വന്നത്. പക്ഷേ ഇവിടുത്തെ വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഹെയർ ഫുള്ളായിട്ട് ഡാമേജായി, സ്പ്ലിറ്റ് എൻഡ്സായി, ഭയങ്കര തിക്കൊക്കെ പോയി തിന്നായി, ആകെ ഒരു അവസ്ഥയായി എൻ്റെ ഹെയർ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി ആലോചിച്ചത് കേട്ടോ. നാട്ടിലെത്തി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 4-3-7 രോമമാണുള്ളത്, അതെങ്കിലും വൃത്തിക്ക് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് പോയത്. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഹെയറിൽ ആരും തൊടുന്നതോ എൻ്റെ ഹെയർ വെച്ചൊരു പണി ചെയ്യുന്നതോ എനിക്കിഷ്ടമല്ല. കാരണം ഞാൻ അത്രയും എൻ്റെ എന്താ പറയുക, എനിക്ക് അത്ര അടിപൊളിയായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നൊരു സാധനമായിരുന്നു ഹെയർ. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല, അത്രയും ഡാമേജാണ് എൻ്റെ ഹെയർ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് മുതിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഹെയറിലൊരു പരീക്ഷണം ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ. ആക്ച്വലി ഞാൻ നാട്ടിൽ വന്ന അന്ന് തന്നെ ഒരു ഹെയർ കട്ട് എടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. പക്ഷേ അതെനിക്ക് മണ്ടത്തരമായിരുന്നു തോന്നി. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ കട്ട് എടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നി കേട്ടോ. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. കാരണം ഞാൻ അടിപൊളിയായിട്ട് ഞെട്ടിയതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വട്ടം മുഖം പോയിട്ട് എന്നെന്തോ വലിച്ച് നീട്ടി എൻ്റെ മുഖം നീണ്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് മുടിയൊക്കെ പോലെ തോന്നിയായിരുന്നു. കാരണം പിറ്റത്തെ ദിവസമാണല്ലോ ഫസ്റ്റ് വാഷ് ഉണ്ടാവുക. അത് കഴിഞ്ഞാലാണ് മുടി ഒരു സോഫ്റ്റായിട്ട് വരുള്ളൂ. 10-26 വർഷം എൻ്റെ ഈ വട്ടമുഖം കണ്ടിട്ട് പെട്ടെന്നുണ്ടായൊരു ചേഞ്ച് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ത് ചെയ്യാനാ, എൻ്റെ ഐഡിയ ആയി പോയില്ലേ. പിന്നെ ഹെയർ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണല്ലോ എന്നുള്ളതാണ് ഒരേ ഒരു ആശ്വാസം കേട്ടോ.